മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഈ പ്രതാപനോട് പറയുന്നുണ്ട്, ആ മാർക്കോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്കിളിനും അതെ. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പോവുക. രാത്രി വന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും എനിക്ക് പറ്റണില്ല. അവൻ ഡോറ് തല്ലി പൊളിച്ചാണെങ്കിലും അകത്ത് കയറി വന്ന് എന്നെ ഉപദ്രവിക്കും. ആ ഒരു പേടി അച്ഛനും അമ്മയ്ക്കും സ്വാധിക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും വീട്ടിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം തന്നെ വേറെ എവിടേക്കെങ്കിലും പോകുക എന്ന് പറയണു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതേതായാലും നന്നായിടെ മേഘ, ഇനിയിപ്പോൾ അവൻ്റെ കണ്ണിപ്പെടാതെ കുറച്ച് നാൾ നടന്നില്ലെങ്കിൽ അത് നിൻ്റെ ആരോഗ്യത്തിന് കേടാന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല അങ്കിളിനും അതെ. അങ്കിളും ഇനി അവൻ്റെ കണ്ണിപ്പെടാതെ നടന്നാൽ മതി, ഇല്ലെങ്കിൽ അങ്കിളിനെയും അവൻ പെരുമാറും. എന്തായാലും ഇതിനു മുമ്പ് ഒരിക്കൽ അങ്കിളിനെ അച്ഛനെയും അവൻ കൈകാര്യം ചെയ്തതല്ലേ, അന്ന് തന്നെ അറിയാലോ അവൻ്റെ കൈയുടെ ഒരു കരുത്തെന്ന്. ആ സമയം പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു പായമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയും ഉണ്ണിയും ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. ആ സമയത്ത് ദുർഗ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോവാ മക്കളേന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇനി കണ്ണനെയും മഹാലക്ഷ്മിനെയും ജയിക്കാൻ എൻ്റെ മുന്നിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക. അതേതായാലും ഇപ്പം നടക്കുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഡോക്ടറെ കണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ഡോക്ടറെ കാണാൻ പോകുകയെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മോൾക്ക് എന്ത് കുഴപ്പമുണ്ടാവാനാ, മോളൊരിക്കൽ അമ്മയായതല്ലേ, പിന്നെ എന്താ കുഴപ്പം, അന്ന് ആ കുഞ്ഞ് പോയി എന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് മോൾക്കിനി കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അതല്ല അമ്മ, ആ കുഞ്ഞ് പോയിട്ടിപ്പോൾ കുറേ നാളായില്ലേ, എന്നിട്ടിപ്പോൾ എനിക്ക് രണ്ടാമത് വേറെ വിശേഷമൊന്നും ആയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെ വിളിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞത് ഒന്ന് പോയി ഡോക്ടറെ കാണാനാണ്. എന്തായാലും ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് കരുണയും ഉണ്ണിയും കൂടി പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി എല്ലാവരും നല്ല ജോളിയായി തന്നെ യാത്ര തുടരുന്നുണ്ട്. ആ സമയത്ത് അനന്തു കുറച്ച് നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞതും കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട്, എടാ നീ ഇനി ഇറങ്ങ്, ഞാൻ ഓടിക്കാമെന്ന്. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം വേണ്ട കണ്ണേട്ടാ, വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ മതി. എന്തായാലും ഈ റോഡൊക്കെ ഇച്ചിരി അപകടം പിടിച്ച വഴിയല്ലേ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതിനെന്താ, എനിക്കിവിടെയൊക്കെ നന്നായിട്ട് ഓടിക്കാനറിയാം, അതൊന്നോർത്ത് മൈ ടെൻഷനാവണ്ടെന്ന്. ആ സമയത്ത് ലേഹ്യം പറയുന്നുണ്ട്, വേണ്ട കണ്ണേട്ടാ, എന്തായാലും നിരപ്പായ വഴിയിലെത്തിയിട്ട് ഓടിച്ചാൽ മതിയെന്ന്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ണൻ എന്നെക്കാളും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനറിയാം. ഇവൻ്റെ അച്ഛനുള്ള സമയത്ത് ഇവൻ നന്നായിട്ട് തന്നെ കാർ ഓടിക്കുമായിരുന്നു. ആ സമയത്തല്ലേ ഇവനിങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ച് ഇരിപ്പായി പോയത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഡ്രൈവറുടെ കൂടെ പോയി പല പ്രാവശ്യവും ഓടിച്ച് നല്ല എക്സ്പേർട്ടായി. അതുകൊണ്ട് നിങ്ങളതോർത്ത് പേടിക്കുകയൊന്നും വേണ്ടാന്ന്. അങ്ങനെ അനന്തു കാറ് നിർത്തി ഇറങ്ങിയിട്ട് കണ്ണനോട് ഫ്രണ്ടിൽ കയറി ഓടിച്ചോളാൻ പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഭാര്യയെ ഫ്രണ്ടിലിരുത്തി കാർ ഓടിക്കുന്നത്, താനും വാ, താൻ വന്ന് മുമ്പിലിരുന്നോന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് വേണ്ട കണ്ണേട്ടാ, ഞാനും ലേഖ ഇവിടെ ഇരുന്നോളാം, അനന്തേട്ടനും കണ്ണേട്ടനും ഫ്രണ്ടിലിരുന്ന് ഓടിച്ചോ എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, അത് വേണ്ട മഹി, എന്തായാലും ഞാൻ അനന്തേട്ടൻ്റെ കൂടെയല്ലേ എല്ലായിടത്തും പോകുമ്പോൾ ഫ്രണ്ടിലിരുന്ന് പോണത്, മഹി ഇന്ന് ഇപ്പോൾ കണ്ണേട്ടൻ്റെ ഒപ്പം ഇരുന്നോ, ഇനിയിപ്പോൾ ഇതുപോലെയുള്ളൊരു അവസരം എപ്പോഴൊന്നും കിട്ടിയെന്ന് വരില്ലല്ലോ എന്ന്. അങ്ങനെ മഹാലക്ഷ്മി കണ്ണൻ്റെ ഒപ്പം ഫ്രണ്ടിൽ കയറി ഇരുന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ വാമദേവനും സീമന്തിനെയാണെങ്കിൽ ഈ മേഘനാഥനെ കാണാണ്ട് ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് സ്വാതി പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ഏട്ടനെ വിളിച്ച് നോക്കട്ടെ എന്ന്. അങ്ങനെ സ്വാതി ഫോണെടുത്ത് ഈ മേഘനാഥനെ വിളിച്ചതും മേഘനാഥൻ ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്ന് ചോദിക്കുമ്പം, ഏട്ടനിതിവിടെ ഏട്ടനെ കാണാണ്ട് അമ്മ അച്ഛനൊക്കെ ആകെ വിഷമിച്ചിരിക്കുമെന്ന് പറയുമ്പം, എന്തായാലും ഞാനിനി കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് വന്നില്ല, വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണ്, അച്ഛനോട് എനിക്ക് കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാൻ പറയാമെന്ന്. ആ സമയത്ത് സ്വാതി ചോദിക്കുന്നുണ്ട്, ഏട്ടനിത് എവിടെ പോണ കാര്യം പറയണേന്ന് ചോദിക്കുമ്പം, ആ മാർക്കോ എന്നെ കണ്ടാൽ വെറുതെ വിടൂല, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മാർക്കോയുടെ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും മാറി നിൽക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ അത് ആപത്താണ്. ആ സമയത്ത് സ്വാതി പറയുന്നുണ്ട്, ഏട്ടനോട് അച്ഛനും അമ്മയും പറഞ്ഞതല്ലേ കണ്ണേട്ടൻ്റെയും ഭാര്യയുടെയും പുറകെ കൊല്ലാനായിട്ട് നടക്കണ്ടാന്ന്, ഏട്ടനത് കേൾക്കാത്തത് കൊണ്ടല്ലേ, ഇനി എന്തായാലും മാർക്കോയുടെ കണ്ണിപ്പെടാതെ എത്ര കാലം മാറി നിൽക്കാനാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയെങ്കിലും ആ മാർക്കോയെ കൊല്ലണം, അതുവരെ എനിക്ക് അവൻ്റെ മുമ്പിൽ പോകാൻ പറ്റില്ല. ആ സമയത്ത് സ്വാതി ചോദിക്കുന്നുണ്ട്, ഇനിയും നന്നാവാൻ ഏട്ടന് തീരുമാനമില്ല അല്ലേ, ഇനിയും അവരെ കൊല്ലണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, എന്തായാലും ചേട്ടൻ്റെ അന്ത്യം ആ മാർക്കോയുടെ കൈകൊണ്ടായിരിക്കും. ആ സമയം മേഘനാഥൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനിപ്പോൾ ഫോൺ വയ്ക്കാം, നീ അച്ഛനോടും അമ്മയോടും വിവരം പറഞ്ഞു തരുമെന്ന്. അങ്ങനെ സ്വാതിയാണെങ്കിൽ ചെന്നിട്ട് വാമദേവനോടും സീമന്തിനോടും പറയുന്നുണ്ട്, ഇനി ഏട്ടൻ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ല, എങ്ങോട്ടോ ദൂരത്തേക്ക് മാറി നിൽക്കുകയെന്നാണ് പറഞ്ഞത്, ആ മാർക്കോയും കൊണ്ട് ചേട്ടന് വലിയ ശല്യമാണ്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, അത് നന്നായേ ഉള്ളൂ, അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ കൊല്ലാനായിട്ട് ആളെ വിടണ്ടാന്ന്.
എന്നിട്ട് വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ മതിയായില്ലേ, നിങ്ങൾക്കും നിങ്ങളുടെ പെങ്ങൾക്കും അല്ലായിരുന്നോ കണ്ണനൊക്കെ ഒന്ന് മുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹം, ഇപ്പം എങ്ങനെയായി, ഇപ്പം മോനക്ക് വീട്ടിൽ പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പല തെറ്റുകളും സംഭവിച്ചു പോയി എൻ്റെ സീമന്തിന്. ഇപ്പം ഞാനതൊക്കെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവനോട് അത് പറഞ്ഞാൽ അവനക്ക് മനസ്സിലാവണ്ടേ, അവനിപ്പോഴും കണ്ണൻ്റെ സ്വത്തും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാം, അത് കിട്ടണ വരെയും അവനിങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നല്ലേ പറഞ്ഞ്. പിന്നെ ഞാനെന്ത് പറയാനാ, എന്തായാലും അവൻ്റെ വിധി അവൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയും ഉണ്ണിയും കൂടി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചീട്ടെടുത്ത് ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ തിരക്ക് കഴിഞ്ഞ് ഡോക്ടർ കരുണേനെ വിളിക്കുന്നുണ്ട്. കരുണ ഡോക്ടറെ കാണാൻ ചെന്നതും കരുണയോട് എന്താ കുട്ടി ഇപ്പോൾ വന്ന്, എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതല്ല ഡോക്ടറെ, അന്ന് ആ കുഞ്ഞ് പോയതിന് ശേഷം എനിക്ക് ഇതുവരെ വിശേഷമൊന്നും ആയിട്ടില്ല എന്ന്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഒരിക്കൽ പ്രഗ്നൻ്റ് ആയതല്ലേ, പിന്നീട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. തൽക്കാലം ഞാൻ എല്ലാ ചെക്കപ്പും ഒന്ന് നടത്തി നോക്കാം. അന്ന് മോളുടെ ശരീരത്ത് ഒരു പോയിസൺ ചെന്നായിരുന്നല്ലോ, ആ പോയിസൻ്റെ എഫക്റ്റ് കൊണ്ടാണോ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതെന്ന് അറിയില്ല, അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് തന്നെ നടത്തണമെന്ന്. അങ്ങനെ ഈ കരുണയ്ക്കും ഉണ്ണിക്കും കുറേ ചെക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്ത് ഡോക്ടർ വിടുന്നുണ്ട്. പിന്നീട് കരുണയും ഉണ്ണിയും ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ആ റിസൾട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പം ആ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടറാണെങ്കിൽ ആകെ വിഷമത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടറെ റിസൾട്ടിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യദോഷമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അന്ന് മോളുടെ ഉള്ളിൽ പോയ പോയിസൻ്റെ എഫക്റ്റ് കൊണ്ട് മോൾക്ക് ഇനി ഒരിക്കലും അമ്മയാവാനുള്ള ഭാഗ്യമില്ല എന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുമ്പിൽ ജയിക്കാനുണ്ടായിരുന്ന ആകെ ഒരു വഴിയാണ് ഇപ്പോൾ അടഞ്ഞേക്കുന്നത്. ആ സമയം കരുണ പറയുന്നുണ്ട്, ഡോക്ടറെ ഇതിന് ചികിത്സയൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതിനി എന്ത് ചികിത്സ നടത്തിയിട്ടും കാര്യമില്ല, ആ പോയിസൻ്റെ എഫക്റ്റ് കൊണ്ട് മോളുടെ യൂട്രസിന് കാര്യമായ തകരാറ് സംഭവിച്ചു, ഇനി ആ യൂട്രസിൽ ഒരു കുഞ്ഞ് രൂപപ്പെടാനുള്ള ചാൻസ് ഒരിക്കലും ഇല്ല, അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചികിത്സിച്ചിട്ടും കാര്യമില്ലാന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി കരുണയെ നോക്കുന്നുണ്ട്. കാരണം കരുണയും കരുണയുടെ മുത്തശ്ശിയും അച്ഛനും കൂടെ കൂടിയാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാൻ വേണ്ടിയിട്ട് പായസത്തിൽ വിഷം കലർത്തി ആ പായസം കരുണ തന്നെ കുടിച്ചത് കൊണ്ടാണല്ലോ കരുണയുടെ കുഞ്ഞ് പോയത്. അങ്ങനെ ഉണ്ണി ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ കരുണയ്ക്കും ചെറുതായിട്ടൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ കരുണയുടെ പ്രവൃത്തി കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നറിഞ്ഞാൽ ഉണ്ണിക്കും ഉണ്ണിയുടെ വീട്ടുകാർക്കും കരുണയോട് ദേഷ്യമാവുമല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഡോക്ടറോട് കരുണ ചോദിക്കുന്നുണ്ട്, വേറെ ഒരു മാർഗ്ഗമില്ല ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം ഇല്ല, കുട്ടിക്ക് ഇനി കുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല, ആ കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട, അതിന് ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിലും മുടക്കി ചികിത്സിക്കാൻ ഡോക്ടറെ എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, അതിനിപ്പോൾ എത്ര ചികിത്സിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല, കുട്ടിയുടെ ശരീരത്തിൽ ചെന്ന ആ പോയിസൺ അത്രയ്ക്ക് എഫക്റ്റുള്ള പോയിസൺ ആയതുകൊണ്ടാണ് കുട്ടിയുടെ അമ്മയാവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതെന്ന്. ഇത് കേട്ടതും കരുണയാണെങ്കിൽ സങ്കടത്തോടുകൂടി എഴുന്നേറ്റിട്ട് പോകാമെന്നും പറഞ്ഞ് ഡോക്ടറോട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ഇതിനെല്ലാം മേളിലായിട്ട് ദൈവമുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഒരു പരിധി വരെയും നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന്. ആ സമയത്ത് കരുണയാണെങ്കിൽ ഒരു പുച്ഛത്തോടു കൂടി തന്നെ ആ പേപ്പർ മേടിച്ചുകൊണ്ട് ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വെച്ച് പോകുന്നുണ്ട്. വെളിയിൽ വന്നതും കരുണയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട്. അങ്ങനെ കരുണ കരയണ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നീ കരഞ്ഞിട്ട് എന്താ കാര്യം, നിൻ്റെ ചേച്ചീനെയും കണ്ണേട്ടനെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നീ നിൻ്റെ മുത്തശ്ശി അച്ഛനും കൂടി പായസത്തിൽ വിഷം കലർത്തിയത്, എന്നിട്ട് ആ പായസം നീ തന്നെ കുടിച്ചു, എന്നിട്ട് കുഞ്ഞുങ്ങൾ പോയി, ഇനിയിപ്പോൾ നിനക്ക് ഒരിക്കലും അമ്മയാവാൻ പറ്റുമില്ല, അതൊക്കെ നിൻ്റെ മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പിൻ്റെ അല്ലേ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് നിങ്ങൾ കാരണം, നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, ഇനിയും നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, ഇപ്പം തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടി നശിപ്പിച്ചു, ഇനി എനിക്കൊരു കുഞ്ഞ് ജനിക്കുകയുമില്ല, ആ കാര്യം ഡോക്ടർ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇനിയും നിൻ്റെ അഹങ്കാരത്തിന് കുറവില്ല എന്ന് ചോദിക്കുമ്പം കരുണയാണെങ്കിൽ നല്ല ദേഷ്യത്തോടു കൂടി തന്നെ, നിങ്ങൾ വന്നില്ലെങ്കിൽ വാ നമുക്ക് വീട്ടിലോട്ട് പോകാം, ഇപ്പം തന്നെ എനിക്ക് അച്ഛനെയും മുത്തശ്ശിയും കാണണമെന്നും പറഞ്ഞുകൊണ്ട് കരുണ വേഗം കരുണാലയത്തിലേക്ക് പോകാനായിട്ട് കാറിലോട്ട് കയറുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ആണെങ്കിൽ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് തന്നെ എല്ലാ പ്രകൃതി ഭംഗികളും ആസ്വദിച്ച് നടക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ മൂന്നാർ വന്നതുകൊണ്ട് തന്നെ കരുണയും ഉണ്ണിയും കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയൊക്കെ അവിടെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ഇപ്പം തന്നെ ആ വിവരം എന്തായാലും കരുണയുടെ അച്ഛനെയും മുത്തശ്ശിനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും.
കരുണയുടെ അച്ഛനും ആ മേഘനാഥനും കൂടി നമ്മളെ തകർക്കാനുള്ള അടുത്ത പ്ലാൻ ഒരുക്കുമായിരിക്കും. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അവരെന്തൊക്കെ പ്ലാൻ ഒരുക്കിയാലും നമ്മളെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. കാരണം നമ്മൾ പൂജിക്കുന്ന അയ്യപ്പ ഭഗവാൻ നമുക്ക് എപ്പോഴും കൂട്ടിനുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയും ഉണ്ണിയും കൂടി കരുണാലയത്തിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും മുൻവശത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പ്രതാപൻ്റെ അമ്മയെ വിളിച്ച് കരുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയെന്ന്. അങ്ങനെ കരുണയും ഉണ്ണിയും പറഞ്ഞ കാണുമ്പം പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ മോള് ഡോക്ടറെ കണ്ടിട്ട് വരുന്നുണ്ട്, ഡോക്ടർ എന്തായിരിക്കുമോ പറഞ്ഞതെന്ന് ചോദിച്ച് വേഗം തന്നെ കരുണയുടെ അടുത്തേക്ക് എന്നിട്ട് മോളേന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ കരുണയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ഈ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന്. എന്നിട്ട് കരുണ വീട്ടിലോട്ട് കയറി വന്നിട്ട് എന്താ മോളെ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇനി ഡോക്ടർ എന്താ പറയേണ്ടത്, അവളുടെ മുമ്പിൽ ജയിക്കാനുള്ള ഒരേ ഒരു കാരണമായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ളത്, ഇപ്പോൾ ആ കാരണവും ഇല്ലാണ്ടായിരുന്നു. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് കരുണയോട് വീണ്ടും മോള് കാര്യം പറ, ഇങ്ങനെ പറഞ്ഞാൽ എന്താ മനസ്സിലാവണേ, മോള് കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയാമെന്ന് പറയുമ്പം ഇനി ഇതിലും കൂടുതൽ വ്യക്തമായിട്ടൊന്നും പറയാനില്ല, ഇനി കരുണയ്ക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ഉണ്ണി അവരോട് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയും ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഉണ്ണിക്കുട്ടാ പറയണേ, എൻ്റെ മോൾക്ക് അമ്മയാവാൻ കഴിയില്ലാന്നോ, എന്നിട്ടാണോ എൻ്റെ മോൾ ഇന്നാൾ അമ്മയാവാൻ ഒരുങ്ങിയത്, എന്നിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് കാരണം, നിങ്ങളും നിങ്ങളുടെ പേരക്കിടാവും നിങ്ങളുടെ മോനും കൂടി അന്ന് ആ കുഞ്ഞിനെ വിഷം കൊടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. ആ വിഷത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെ കരുണയ്ക്ക് അമ്മയാവാനുള്ള ആ കഴിവ് നഷ്ടപ്പെട്ടു. ഇനി ജീവിതത്തിൽ ഒരിക്കലും കരുണയ്ക്കൊരു അമ്മയാവാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമായില്ലേ? എന്തായിരുന്നു എന്നെ ഒരു കുറ്റപ്പെടുത്തൽ, ഞാൻ മണ്ടനാണ് കഴിവില്ലാത്തവനാണെന്നല്ലേ നിങ്ങൾ അച്ഛനും അമ്മയും മോളും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എന്തായി, നിങ്ങൾ ചെയ്ത മണ്ടത്തരം കൊണ്ടല്ലേ എനിക്ക് ഈ അവസ്ഥ വന്നേന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയും കരുണയും മറുപടി പറയാൻ വാക്കുകളില്ലാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.